നമസ്കാരം. കരവിരുതിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ തുണികൾ തുന്നാനായിട്ട് പലതരത്തിലുള്ള നൂലുകൾ വാങ്ങി വെക്കാറുണ്ട്. അതിൽ തന്നെ എംബ്രോയിഡറി നൂലുകൾ ഉണ്ടാവും, കോട്ടൺ നൂലുകൾ ഉണ്ടാവും, ക്രോഷ്യോ നൂലുകൾ ഉണ്ടാവും. എന്നാൽ ഈ നൂലുകൾ തുന്നാൻ മാത്രമല്ല, നമുക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാൻ കഴിഞ്ഞാലോ? നല്ല കാര്യമല്ലേ? അപ്പൊ എന്തായാലും ക്രോഷ്യോ നൂലുകളും അതുപോലെ കോട്ടൺ നൂലുകളും ഒക്കെ കൊണ്ട് എങ്ങനെയാണ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ വിദ്യ നമുക്കായി പകർന്നു തരുന്നു ദിവ്യ ലെനോയ്. ദിവ്യയെ നമുക്ക് കരവിരുതിലേക്ക് സ്വാഗതം ചെയ്യാം. ദിവ്യ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പൊ വീണ്ടും നമ്മൾ വന്നേക്കാണ്. അപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാലയാണല്ലേ? ക്രോഷ്യോ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള. ഇതിപ്പം കോട്ടൺ ത്രെഡ് ആണ്. കോട്ടൺ ത്രെഡ് ആണ്. ഓക്കെ. ഇതിപ്പോ പല കളറിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതിപ്പോ ഞാൻ ഓറഞ്ച് കളറിലാണ് എടുത്തിരുന്നത്. അതെ, കുറച്ചും കൂടെ. അതിന് അതുപോലെ ഒരു ചെറിയൊരു ഗം ഉണ്ട് ഇതിനകത്ത്. നോട്ടൊക്കെ വാങ്ങിക്കേണ്ടത് ഇതിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്നത് ഇതിനകത്ത് പല കളറിലുള്ള ത്രെഡ്സ്, കോട്ടൺ ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ മാല ഉണ്ടാക്കാനുള്ളതെന്ന് പറഞ്ഞു വാങ്ങിച്ചത്. ഇത് കോട്ടൺ നൂലാണ്. ഈ നൂല് കുറച്ചൊരു ഉള്ളിലൊരു ഗം വരുന്നുണ്ട്. അപ്പൊ കുറച്ച് കട്ടിയുള്ള നൂലാണ്. അത് നമുക്ക് ഏത് കളറും നമുക്ക് ഫാൻസി ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ പറഞ്ഞാൽ മതി മാല ഒക്കെ ഉണ്ടാക്കുന്ന നൂല്, ഉപയോഗിക്കുന്ന നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ ഒരു ഓറഞ്ച്, റെഡിഷ് കളർ ഓറഞ്ച് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ മാല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇതിലിപ്പോ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടെണ്ണം, അത് ഒരേ ലെങ്ത്തിൽ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ്. നമ്മൾ ഹുക്ക് പിടിപ്പിക്കാൻ പോവാണ്. ആദ്യമേ നമ്മൾ ബോളിട്ട് ഈ ഹുക്ക്, ഇങ്ങനത്തെ ഒരു ഹുക്കാണത്. സാധാരണ ഹുക്ക് ഇടാൻ പറ്റും? അതെ, സാധാരണ ഹുക്ക് നമുക്ക് ഇടാൻ. ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഈ ഹുക്ക് ഉപയോഗിച്ചു മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന സാധാരണ ഹുക്ക് നമുക്ക് പകരം ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ഗം കുറച്ച് ഈ അറ്റത്തേക്ക് തേച്ച് കൊടുക്കണം. കാര്യം ഇത് കയറാനുള്ള എളുപ്പത്തിന് അറ്റം കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ അറ്റത്തേക്ക് ആക്കി. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അറ്റം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിപ്പോൾ ഈ ബോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഈ ത്രെഡ് രണ്ടാമത് കയറ്റിയിട്ടുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ പ്ലെയർ വെച്ച് ഒന്നത് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മൾ. ഗം എടുത്ത് ഈ അറ്റവും കൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ തേച്ച് കൊടുക്കണം. അതിലേക്ക് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതെ, അതിൻ്റെ അകത്ത് പല സൈസസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ് കളർ ക്രിസ്റ്റൽസ് ആണ്. എപ്പോഴും ക്രിസ്റ്റലിന് വളരെ ഭംഗിയുണ്ട്. ആഭരണങ്ങളിൽ എപ്പോഴും ഭംഗിയുള്ളത് ക്രിസ്റ്റൽസ് ആണ്. അപ്പൊ ആ ക്രിസ്റ്റൽ കളർ, വൈറ്റ് കളർ ക്രിസ്റ്റൽ ആണ്. ഇതുപോലത്തെ ബ്ലാക്ക് മുത്തുകളും കൂടി അതിനൊപ്പം ചേർക്കുന്നുണ്ട് ക്രിസ്റ്റൽസ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു നോട്ട് കൊടുക്കാൻ പോകുന്നതിന് ഇത് ഇവിടെ നിന്ന് താഴത്തേക്ക് പോകാതെ ഇരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഈ ലോക്കിൻ്റെ ഇവിടെ എക്സസ് വന്നേക്കുന്ന ഈ ത്രെഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ അടുത്ത ഗ്യാപ്പ് നമുക്ക് എന്തോരാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ നമുക്ക് ഇടാം. ഓരോ ക്രിസ്റ്റൽസ് ഇടുവാണെങ്കിൽ അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ചിടാം. അങ്ങനെ ഗ്യാപ്പിന് ഞാനിപ്പം ഇത്രയും ഗ്യാപ്പ് വരുന്നോണ്ട് ഏതാണോ കളർ നൂലിന്റെ അത് കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് കാണാം. അതെ, ഇതിന്റെ ഭംഗി അത് തന്നെ, നൂല് കാണുന്നത് തന്നെയാണ് ഇതിന്റെ ഭംഗി. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ മുത്തുമാലകളിലാണെങ്കിലും മുത്തുകൾ മാത്രമേ കാണുള്ളൂ, നൂല് കാണില്ല. പക്ഷെ ഇത്തരം മാലകളുടെ ഭംഗി എന്ന് പറയുന്നത് നൂല് പുറത്തേക്ക് കാണുന്നതാണ്. അതുകൊണ്ടാണ് പല നിറങ്ങളിലുള്ള നൂലുകൾ നമ്മൾ വാങ്ങിക്കാമെന്ന് പറയുന്നത്. കാരണം ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളേഴ്സിൽ നൂലുകൾ കിട്ടും. പിന്നെ അതിന്റെ ഡിസൈനോട് മാച്ച് ചെയ്യുന്ന മുത്തുകളും കൂടി ആയാൽ സൂപ്പറായി ഇല്ലേ? ഈ ഒരു ഇത്രയും ഭാഗം ഈ മാലയുടെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഒരേപോലത്തെ അളവിലാണ് നമ്മളത് ചെയ്യുന്നത്. രണ്ട് ഭാഗവും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു വൈറ്റ് ക്രിസ്റ്റൽസും ബ്ലാക്കും കൂടി ചേർത്ത് ഈ ഒരു ഡിസൈനിലാക്കി. അപ്പൊ ഇതാ ഇത്രയും ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി ഡിസൈൻസ് ചെയ്യാം. ഈ നൂല് പുറത്ത് കാണുന്നതാണ് ഈ മാലയുടെ ഭംഗി എന്ന് പറയുന്നത്. ഇനിയിപ്പോ രണ്ട് ത്രെഡും കൂടി, ഇത്ര നേരം നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തത്. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മൾ രണ്ട് ത്രെഡും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഇവിടെ ഒരു നോട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ. ഇത്രയും നേരം ഓരോ ത്രെഡ് പ്രത്യേകമാണ് കെട്ട് കൊടുത്തിരുന്നത്. ഇതിപ്പോ രണ്ടെണ്ണം കൂടി ഒന്നിച്ച് ചേർത്ത് കെട്ടി മുറുക്കി വെച്ചു. അതിൽ ഇനി സിംഗിൾ ഓരോന്നിന്റെ അകത്ത് വൈറ്റ് ക്രിസ്റ്റൽസ് നമ്മൾ കോർക്കുക, ഓരോന്നായിട്ട് കോർക്കുക. ഓക്കെ. ഇതിപ്പോ രണ്ട് സൈഡിലും നമ്മൾ ഇതിങ്ങനെ കയറ്റി. ഇനിയിപ്പം ബ്ലാക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത്. ബ്ലാക്ക്
ഇങ്ങനത്തെ കമ്പികൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഓക്കെ, ആണി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മതി, ഫാൻസി ഷോപ്പിൽ ഇത് കിട്ടും. കണ്ടുകഴിഞ്ഞാൽ മുട്ടുമുറ്റാന്നേ പറയുള്ളൂ. ഇതിപ്പം ഇതിലേക്ക് ഇങ്ങനെ കയറ്റി എന്നിട്ട് നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടെന്ന് വെച്ചാൽ ഇതിന് വളയ്ക്കാനുള്ളൊരു ലെങ്ത് നമുക്ക് വേണം. അതിലേക്ക് നമ്മൾ ഈ കട്ടിംഗ് പ്ലെയർ വെച്ച് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണത്. ഓക്കെ, അത് എത്രയാണോ നീളം വേണ്ടത് അതനുസരിച്ച് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി മുത്ത് കയറ്റിയിട്ട് അതിനെ കട്ടിംഗ് പ്ലെയർ വെച്ച് വളച്ചു വെക്കുക, ഹൂക്ക് പോലെ വളച്ചു വെക്കുക അല്ലേ? അതെ, ഇതിപ്പം ഒരു 6 എണ്ണം ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ചില ഇതിന്റെ സൈസസ് വലുതായിരിക്കും. ഇതിപ്പം മീഡിയം സൈസിലാണിത്. ഇതിന്റെ വലിയ സൈസ് ഒക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം ഇട്ടാൽ മതിയാവും. ഇപ്പൊ കറുത്ത മുത്തില് എല്ലാം നമ്മള് കമ്പി വളച്ചു വെച്ചിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഹുക്ക് പോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിലേക്ക് ഈ 2 നൂലും കൂടെ ഒരുമിച്ച് വേണം നമ്മൾ കോർക്കാൻ. ഓക്കെ, ഓ അതുകൊണ്ടാണ് ആ ഹുക്ക് വെച്ചത് അല്ലേ? അതെ അതെ. ഇനിയിപ്പോ പിന്നെ നമ്മൾ ആ വൈറ്റ് തന്നെ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് വൈറ്റ് ഓരോ നൂലും കൊടുക്കും. പിന്നെയും ഈ പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്യണം. ബ്ലാക്കിൽ പിന്നെയും കമ്പി കയറ്റിയിട്ട് അത് നമ്മൾ കോർക്കും, 2 എണ്ണം കൂടെ ഒരുമിച്ച് കോർക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ബ്ലാക്ക് കൊടുക്കും, പിന്നെ വൈറ്റ്, അങ്ങനെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇപ്പം 3 ലെയറിലാണ് ചെയ്യുന്നത്. വൈറ്റ് ഓരോ ബ്ലാക്ക് ഇങ്ങനെ കോർത്ത് കഴിഞ്ഞിട്ട്, കറുപ്പ് മുത്ത് ഇങ്ങനെ കോർത്ത് കഴിഞ്ഞിട്ട്, പിന്നെ ക്രിസ്റ്റൽസ് ഓരോന്നായിട്ട്, വൈറ്റ് ക്രിസ്റ്റൽസ് ഓരോ നൂലിലും ഓരോന്നായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുന്നു. അപ്പൊ ഈ ഒരു രൂപത്തിൽ വരും. വീണ്ടും ഇതേപോലെ തന്നെ ബ്ലാക്ക് കോർത്ത് അതിന് മുകളിൽ എത്ര നീളം വേണം അത്രയും മുത്തുകൾ നമുക്ക് അതിൽ കോർത്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിനെ ഒരു ലുക്ക് വരിക മാലയുടെ. അപ്പോൾ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ഇങ്ങനെ ചെയ്ത് വയ്ക്കാനേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മാലയാണ് ഇതായത്. അപ്പൊ എന്തായാലും ത്രെഡ് വെച്ച്, കോട്ടൺ ത്രെഡും മുത്തുകളും ഉപയോഗിച്ച് ഉള്ള മാലകളാണ് നമ്മൾ കണ്ടത് അല്ലേ? എന്തായാലും ഈ കരവിരുതിനായിട്ട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഇത് പഠിപ്പിച്ചു തന്നതിന്. അപ്പൊ എന്തായാലും മാലകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെയുള്ള കരവിരുത് തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഈ കരവിരുതൊക്കെ തന്നെ ഹോബിയായി നമ്മുടെ മനസ്സിന് സന്തോഷം തരാൻ നമുക്ക് വീട്ടിലത് പ്രയോഗിക്കാം. ഒപ്പം തന്നെ ഇത് ഒരു നല്ല വരുമാന മാർഗം ആക്കി തീർക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും കരവിരുതിനെ അങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കണ്ട. ഇതുപോലെയുള്ള കരവിരുതുകൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ തരത്തിലും ഗുണമേ ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള കരവിരുതുകൾ ഇനിയും നിങ്ങൾക്ക് മുന്നിലെത്തും. സിന്ദൂരത്തിലൂടെ തീർച്ചയായും കാത്തിരിക്കുക. അതുവരെ ബൈ.